പിച്ച് ബാറ്റിങ്ങിന് യോജിച്ചതായിരുന്നില്ല എന്ന ന്യായീകരണത്തിന് സ്കോപ്പുള്ളതായിരുന്നു ന്യൂസിലൻഡിനെതിരായ ടീം ഇന്ത്യയുടെ 5-ാം ഏകദിനം. അത്തരം പരാതി പറച്ചിലിന് ഇടയാക്കാതെ പ്രതിസന്ധിയെയും വിജയമാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞതിന് 3 പേരോടാണ് നന്ദി പറയേണ്ടത്. അമ്പാട്ടി റായിഡു, വിജയ് ശങ്കർ, ഹാർദിക് പാണ്ഡ്യ എന്നിവരോട്. ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് 18 റൺസ് എടുക്കുമ്പോൾ നഷ്ടമായത് 4 വിക്കറ്റുകൾ. ധോണിയും രോഹിത് ശർമ്മയും ഉൾപ്പെടെയുള്ള വീരന്മാരാണ് പോരാട്ടം പോലും കാഴ്ചവെക്കാതെ നിലംപതിച്ചത്. സാധാരണഗതിയിൽ അവിടെ വെച്ച് തന്നെ കളിയുടെ വിധി തീരുമാനിക്കപ്പെടേണ്ടതാണ്. എന്നാൽ റായിഡുവും വിജയ് ശങ്കറും മത്സരത്തെ തങ്ങളുടെ തോളിലേന്തി യാത്ര ആരംഭിച്ചു. അവസാന നിമിഷങ്ങളിൽ ഹാർദിക് പാണ്ഡ്യയുടെ തീപ്പൊരി ബാറ്റിംഗ് ഇന്ത്യയെ 252 റൺസ് എന്ന മാന്യമായ സ്കോറിലെത്തിച്ചു. വെറും 22 പന്തുകളിൽ 45 റൺസാണ് ഹാർദിക് പാണ്ഡ്യ അടിച്ചുകൂട്ടിയത്. അതിൽ 5 കൂറ്റൻ സിക്സറുകളും 2 ബൗണ്ടറികളും ഉൾപ്പെടുന്നു. അവസാന 10 ഓവറുകളിൽ 84 റൺസ് നേടാൻ ഇന്ത്യയെ സഹായിച്ചത് പാണ്ഡ്യയുടെ ഈ സാഹസികതയാണ്. ലെഗ് സ്പിന്നർ ടോഡാസിലിനെ തുടർച്ചയായി 3 സിക്സറുകൾ പറത്തി ഹാർദിക് പാണ്ഡ്യ താണ്ഡവമാടിയപ്പോൾ തന്നെ ഇന്ത്യ വിജയസ്വപ്നം മനസ്സിലുറപ്പിച്ചു. ഈ മത്സരം കൈപ്പിടിയിലാക്കാമെന്ന് ഇന്ത്യയുടെ ബൗളർമാർക്ക് ആത്മവിശ്വാസം നൽകിയത് പാണ്ഡ്യയുടെ ആ പ്രകടനമാണ്. വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ഹാർദിക് പാണ്ഡ്യ ന്യൂസിലൻഡിനെതിരായ മത്സരങ്ങൾക്കെത്തുന്നത്. വിവാദങ്ങളിൽ തളരുകയല്ല, കരുത്താർജിക്കുകയാണ് പാണ്ഡ്യ ചെയ്തിരിക്കുന്നത്. 3-ാം ഏകദിനത്തിലെ ആ സൂപ്പർ ക്യാച്ച് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. അന്ന് 10 ഓവർ പാണ്ഡ്യ ബോൾ ചെയ്ത് എതിരാളികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ന്യൂസിലൻഡ് പര്യടനം. ആലോചിച്ച് നോക്കുക, പാണ്ഡ്യയുടെ ബാറ്റ് തീ തുപ്പിയില്ലായിരുന്നെങ്കിൽ 5-ാം ഏകദിനത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു?